എന്തായി സാറേ? ഒരു രക്ഷയില്ല മോനെ. സാറൊന്ന് പറ സാറേ. 10-40 വർഷമായിട്ട് നടത്തുന്ന ഓണപരിപാടിയാ. പ്രാവശ്യം നടത്തിയില്ലെങ്കിൽ നാട്ടിൽ തല ഉയർത്തി നടക്കാൻ പറ്റില്ല. എടാ ഞാനല്ല ഇതൊക്കെ തീരുമാനിക്കുന്നേ, സാറാ. ഡബിളരെ ഇതൊന്നും ശരിയാവില്ല സാറേ. നാട്ടിലെ സകല കലാകാരന്മാരുടെയും കായിക താരങ്ങളുടെയും കവികളുടെയും ഒക്കെ കഴിവുകൾ പ്രോത്സാഹിപ്പിച്ചതും അവരെ വളർത്തിയെടുത്തതും ഇതുപോലെയുള്ള ചെറിയ ക്ലബ്ബുകളാണ് സാറേ. ഞങ്ങളുടെ കയ്യിൽ പണവും അധികാരവും ഒന്നുമില്ല. ഞങ്ങളുടെ ഈ ചെറിയ സന്തോഷം ഇല്ലാതാക്കാൻ സാറും കൂടി കൂട്ടി നിൽക്കല്ലേ സാറേ. ഇടത് ഞാൻ മാത്രം വിചാരിച്ച നടക്കുന്ന കാര്യം. എന്താ ശോഭനെ, കേറി വാ. സാറേ, ഓണമൊക്കെ അല്ലയോ, വീട്ടിൽ കുറച്ച് പായസം ഉണ്ടാക്കി സാറിന് തരാന്ന് വെച്ച് വന്നതാ. തന്നോ? കഴിഞ്ഞ ആഴ്ച ഷുഗർ ചെക്ക് ചെയ്തത് ഇച്ചിരി കൂടുതലാ. അയ്യോ സാറേ, ഇതിനകത്ത് പഞ്ചാര ഇട്ടിട്ടില്ല, പിന്നെ നാടൻ ശർക്കരയല്ലോ ചേർത്തേക്കുന്നേ. ആ പിന്നെ വീട്ടിൽ പശുവിനെ വളർത്തുന്നോണ്ട് 2ാം പാലാട്ടി പശുവും പാലാ ഒഴിച്ചേക്കുന്നേ. പിന്നെ അത് മാത്രമല്ല, അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി, തേങ്ങാപ്പാലും ഏലക്കായും എല്ലാം ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. കിസ്മിസ് അല്ല, കിസ്മിസ് ഇട്ടില്ല എന്ന് പറയുമായിരുന്നു. നീ പോണായിരുന്നു. കിസ്മിസ് ഒക്കെ ഞാൻ ചേർത്തിട്ടുണ്ട്. അത് ഞാൻ പറയാൻ വിട്ടുപോയതാ സാറേ. പറയാൻ മറന്നതാ. എന്നാ ഒഴിക്ക്. തിരിഞ്ഞു കളഞ്ഞു. നിനക്കൊക്കെ പായസം വേണോ അതോ സാങ്ഷൻ വേണോ? ഈശ്വര ഭഗവാനെ, തടസ്സങ്ങളൊന്നും ഉണ്ടാവരുതേ. ഉണ്ണി, നീ ആ 7th ബ്ലോക്കിൽ പോയി ലൈറ്റ് എടുത്ത് കിട്ടിക്കും. പ്രകാശ, ഇന്നെങ്ങാനും ഇത് വലിച്ചിട്ട് തീരുവോ? അവനെവിടെ രജനികാന്ത്? എടാ നീ എവിടെ നിന്ന് എന്ത് ചെയ്യുവോ? അണ്ണാ, ഇത്രയും വലിയ ചോർപ്പ് എന്തായിരിക്കാനാണ്? ചോർപ്പയാ? അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഈ കിട്ടിയ ലൈറ്റ്സ് എങ്ങനെയാണെന്ന് പറ. എന്ത് പറ്റി? എല്ലാം കത്തുന്നു. ഇനി നക്ഷത്രം എപ്പോഴാണ്? നക്ഷത്രം? ശാന്താക്ലോസിനെ കത്തിക്കണ്ടേ? പണിയെടുക്കാതിരിക്കുള്ള അടവ് കൊണ്ട് മാറ്റി വെച്ചിട്ട് നീ ബൈക്ക് സെറ്റ് ചെയ്തോ. പണിയെടുക്കാതിരിക്കാൻ സമ്മതിക്കില്ല. രാത്രി ട്രൗസറല്ലേ നല്ലത്, ചൂടല്ലേ? ചേട്ടാ, സീഡി എന്താ മോളെ? പാട്ടിടുവോന്ന്? എടാ വേട്ടവളിയെ പാട്ടിടാനാ പറയുന്നത്. പോയിട്ട് കൊടുക്ക. വലിച്ചു കേട്ടോ അങ്ങോട്ട്. കർത്താവ് കാത്തു. ഒരു പോലീസുകാരന് ഇങ്ങനൊരു ഗതികേടുണ്ടാവില്ലേ കർത്താവ്. എന്തൊരു നാണക്കേടാ ഇത്. ഒഴിച്ചിടാനൊക്കെ ഇനി ഒരുത്തന്നെ നിർത്തണം. കർത്താവേ, വെള്ളം വീഞ്ഞാക്കിയവനാ നീ. ഈ വർണ്ണം കൊണ്ട് പിടിക്കേണ്ടടുത്തെല്ലാം അങ്ങ് പിടിപ്പിച്ചേക്കണേ. Cheers. ഏത് തന്തയില്ലാത്തവനടാ ഈ ചതി ചെയ്ത്? അണ്ണാ, ഈ ലൈറ്റ് കത്താണ്. നിന്റെ അമ്മച്ചിയുടെ പാട്ട്, നിന്റെ പാട്ടുകാരന് താഴെ പോയത് എന്റെ സാധനം. എന്ത് സാധനം സാറേ? അത് ശരി, എന്റെ താഴെ പോയ സാധനം തന്നെ കാണണല്ലോ. ഇവൻ 24 മണിക്കൂർ റെസ്റ്റ് ആണല്ലോ, അലങ്കരിച്ച് കിടത്തിയിരിക്കുവോ? അയ്യോ, റെസ്റ്റ് അല്ല, ഈ സാർ വീണ്ടും അടിച്ചിട്ടതാ. എടാ മത്തായി, തനിക്ക് എപ്പോഴും ഇത് തന്നെയാണോ പണി? സസ്പെൻഷനിലായ പോലീസുകാരന്റെ കൈതരിപ്പ് എവിടെയെങ്കിലും തീർക്കണ്ടേ? മത്തായി, ആ എന്താ അവിടെ പ്രശ്നം? ഒന്നുമില്ല സാർ, പാട്ട് നിർത്തി എന്തിനാണ് ചോദിക്കായിരുന്നു. അതാ ഞാനും നോക്കിയത്. ആരാ പാട്ട് നിർത്തിയത്? അതെ, സാർ പറഞ്ഞിട്ടില്ലേ അവന്റെ അമ്മമ്മയുടെ പാട്ട് വെച്ചോട്. ഇപ്പൊ ആക്കി സാർ പറഞ്ഞു. തന്റെ സസ്പെൻഷൻ എന്തായാലോ തിരിച്ചു കയറാറായോ? ഉടനെ കയറി സാർ. ഞാൻ പോവുക. എന്തൊരു സ്നേഹം. ആ ശരി സാർ, സൗണ്ട് കുറയ്ക്കണം.
എടാ അമ്പിളി നീ ആ ഡി ബ്ലോക്കിൽ സീരിയലായിട്ട് ഇട്ടില്ലേ അതിതൊരു ഇട്ടില്ലേ? അയ്യോ അത് ഞാൻ ഇവരെ അയ്യോ അതിട്ടോണ്ടാണ് ഇവൻ കിടക്കുന്നത്. ആ ബെസ്റ്റ്. നീ കിളി പോയ കൂതറ ചെറുക്കനെ കൊണ്ടല്ലേ നടക്കുന്നത്. നീ ഉടനെ രക്ഷപ്പെടും. എടോ മത്തായി താൻ തന്റെ കാര്യം മാത്രം നോക്കിയാ മതി. നീ അതൊക്കെ ഊരിയെടുത്തോളൂ അവിടെ കൊണ്ടുപോകാം. മഞ്ചറുള്ളേ ഇതിന്റെ പേരിൽ കുറെ ആന്തിയല്ലേ? ആന്തി ആന്തി അത് കാണണോ? കുടംപുളിയല്ലേ? അത് വീട്ടിൽ കൊണ്ട് കാണിച്ചാൽ നാണമില്ലാത്ത സംസ്കാരം ഇല്ലാത്ത ചേറ്റ. ആ ഡേയ്, സാധനം വല്ലതും ഉണ്ടോ? ഉണ്ടെന്നാ? അയ്യോ ചെരുപ്പൊക്കെ പോയാലും കുഴപ്പമില്ല. എന്തൊരു മനുഷ്യനെയാണ്. ആര് ഞാനോ? അയ്യോ അല്ല സാറേ, ആ സാറ് അല്ല സാറേ, ആ സാറിന് എന്തിനാ സസ്പെൻഷൻ കിട്ടി? തൊണ്ടി മുതലായി കിട്ടിയ വണ്ടിയിൽ നിന്ന് ആ തെണ്ടി CD പ്ലെയർ അടിച്ചു മാറ്റി വിറ്റതിന് കിട്ടിയ സസ്പെൻഷനാ. മഹാചെറ്റയാ. അയ്യേ പോലീസുകാരിൽ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലേ? എല്ലാവരും എന്നെ പോലെ സത്യസന്ധരാവണമെന്നില്ലല്ലോ. അത് ശരിയാ. ഇത്ര സത്യസന്ധതയുള്ള ഒരു പോലീസുകാരനെ ഇത്ര അടുത്ത് കാണുന്ന ആദ്യമായിട്ടാ. എന്നാ പിന്നെ കുറച്ചുകൂടെ അടുത്ത് നടന്നോ ചേർന്ന്. സാറപ്പോ ഒരു സത്യസന്ധം മാത്രമല്ല, ഒരു തമാശക്കാരൻ കൂടിയാ. അച്ഛനോ? ഇതെപ്പോഴാ രവി സാറേ? അല്ല ഇത് ആരാ രവി സാറേ? ഇത് മൃദുൽ, നമ്മുടെ രേണുവിനെ കെട്ടാൻ പോണ പയ്യനാ. എന്നാ അവളായിരിക്കും വിളിച്ചത്. നീ വിളിച്ചാടി? അയ്യോ രേണുവല്ല അച്ഛ, ഫയർഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പഴയവല്ല, ഭയങ്കര അഡ്വാൻസ്ഡാ. എവിടെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ട് അപ്പൊ ഞങ്ങൾക്ക് ഒരു സിഗ്നൽ വരും. അപ്പൊ ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പോയിക്കളെ, അല്ല ഞങ്ങൾ അങ്ങോട്ട് പാഞ്ഞു വരും. അങ്ങനെ പാഞ്ഞു വന്നതാ. അത് ശരി. മരം വീണുന്നോ? മരമല്ല, മരച്ചില്ലേ വീണത്. എന്തായാലും വീണില്ലേ? ഞാൻ ഉടനെ എത്തി. ഇങ്ങോട്ടൊന്നും വന്നേക്കരുത്. രേണു, കർമ്മനിരതനായ ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണ് ഞാനും. എന്റെ മുമ്പിൽ നീയോ നിന്റെ വീട്ടുകാരോ നാട്ടുകാരോ ആരുമില്ല. ആ മരിച്ചില്ല. അയ്യോ ഹലോ, എന്നാ പിന്നെ നമുക്ക് ആ മരം വീണ് കിടക്കുന്ന സ്ഥലം ഒന്ന് പിള്ളേ കാണിച്ചു കൊടുക്കാം. നിങ്ങളൊക്കെ മരം വെട്ട് പെണ്ണ് കെട്ട് എന്ത് വേണേലും ചെയ്. എനിക്കിതിൽ ചുണ്ണാമ്പ്. അയ്യോ ഞാൻ മറന്നു, സോറി. നോക്കിയോ? Danger situation. Careful. Okay? Static electricity no chance. So use rubber gloves. Okay, boys. Ready? 1, 2, 3. Play like go. Play like go. ഒരാള് ചെയിൻസോ ആയിട്ട് സൺഷൈഡ് വരെ കയറി, ഒരാള് റോപ്പിട്ട് തൂക്കി കയറി, ഒരാൾ ലാഡർ വെച്ച് കയറി. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഒന്നിന് പോണോ? ഈ ഒരു ഉണക്ക ചില്ല മുറിക്കാനുള്ള ആഡംബരമാണോ സാറേ ഈ കാണുന്നത്? ഹലോ ഓ അമ്മാവാ. ഒരുപാട് കഷ്ടപ്പെട്ടല്ലേ? ഇതൊക്കെ എന്ത് കഷ്ടപ്പാട്. ഞാൻ ഫേസ് കുത്താൻ പോവുകയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം. എന്തെതിരി? ഇതിലില്ല അമ്മാവാ, ഞാൻ വീട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പൊ വിളിച്ച് പറഞ്ഞു. അമ്മാവാ ഇപ്പൊ പറഞ്ഞുതരാം, ഒരു സെക്കൻഡ്. നോക്കിപ്പോടാ. രവി സാറിന്റെ മരുമോൻ എന്തായാലും മിടുക്കനാ. ആയിട്ടില്ല, ആകാൻ പോകുന്നുള്ളൂ അല്ലേ? ഞങ്ങൾക്ക് ഇപ്പോഴേ ആയി കഴിഞ്ഞു. ആണോ? അമ്മ ഇത്തിരി വെള്ളം തരൂ. ഞാനും വരുന്നു. അതാ പോയ കറണ്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾ വീണ്ടും ഇതാ അടിച്ചു പൊളിക്കാൻ പോവാണ്, അടിച്ചു പൊളിച്ച് തകർക്കാൻ പോവാണ്. അതാ രേണുക ചേച്ചി വന്നിട്ടുണ്ട്. രേണുക ചേച്ചിയുടെ ഭാവി വരനാണ് കറണ്ട് കൊണ്ടുവന്നിരിക്കുന്നത്. രവിയേട്ടൻ എവിടെയായിരുന്നു? അമ്മാവനാ ദാസിന്റെ നമ്പറും ചോദിച്ചു വിളിച്ചത്. ഞാനൊന്ന് എടുത്തു കൊടുക്കാൻ വേണ്ടി വീട് വരെ പോയത്. അവനെന്തേ? മൃദുൽ അവിടെ നിൽപ്പുണ്ട്. എല്ലാരും കൂടെ വളഞ്ഞു വെച്ചേക്കോ. സത്യം പറ, നീ വിളിച്ചിട്ടല്ലേ അവൻ വന്നത്? അയ്യോ ഞാൻ അറിഞ്ഞിട്ട് കൂടിയില്ല. അവളൊന്നും അല്ലെന്നേ, അവനല്ലേ ഇത്തിരി വെകളി കൂടുതല. നീ വാ. അമ്മയുടെ അല്ലേ മോള്, സത്യം പറയൂ.
ഇല്ലില്ല. ആഹാ, എല്ലാരും പരിചയപ്പെട്ടോ? ആ പരിചയപ്പെട്ടു. ആ ഞാൻ പറയായിരുന്നേ, കല്യാണത്തിന് വരാൻ പറ്റാത്തവർക്കൊക്കെ പയ്യനെ ഒന്ന് കാണാൻ പറ്റില്ലേ? ആ, അപ്പൊ ആ പരാതി തീർന്നല്ലോ. ആ പരാതി തീർന്നു, എങ്കിലും നമുക്ക് അവകാശപ്പെട്ട ഒരു ഉരുള ചോറ് അത് കിട്ടിയിട്ടില്ല. അതിപ്പോ കല്യാണം കഴിഞ്ഞാലും ഞാൻ ഇവിടെ ഒരു റിസപ്ഷൻ വെക്കുന്നുണ്ടല്ലോ. ഒരു ഉരുളെ 2 ഉരുളെ എത്ര വേണമെങ്കിൽ തിന്നോ. അത് മതി, അത് മതി. നല്ല ചേർച്ചയാട്ടോ. വെയിറ്റ് ഫോർ താങ്ക് യു. അച്ഛാ എന്നാ ഞാൻ പോലെ ഗാനമേള കഴിഞ്ഞിട്ട് പോകും. നല്ല പാട്ടല്ലേ നടക്കുന്നത്. അല്ല ഡ്യൂട്ടി ഉണ്ട്. പിന്നെ എന്താന്ന് ഡ്യൂട്ടി ഇത് കഴിഞ്ഞുള്ള ഡ്യൂട്ടിയൊക്കെ മതി. എന്നാലും പാട്ട് കേട്ടിട്ട് പോയാ മതി. അതെ അതെ. എല്ലാവരുടെ ഇഷ്ടം. ഹലോ ഹലോ, എന്താടി? ദൈവമേ, ദൈവത്തിന്റെ കോളം. അച്ഛാ എന്താ അച്ഛാ? അച്ഛാ 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 ഒന്ന് നിക്കച്ചാ. അച്ഛാ എന്താ അച്ഛാ കാര്യം? കവിത, കവിത, നീ സത്യമാണോ പറയുന്നത്? എല്ലായിടത്തും നോക്കിയോ? എല്ലായിടത്തും നോക്കി രവിയേട്ടാ. ഒരിടത്തും കാണാനില്ല നമ്മുടെ മോളുടെ കല്യാണം. കിടന്ന് കരയാതിരിക്കുക, സമാധാനമായിട്ട് ആലോചിക്കുക. അവസാനം ഇത് എവിടെ വെച്ചത്? ഞാൻ 1 മണിക്കൂർ മുന്നേ കൂടെ ഇവിടെ വന്ന് അലമാര പൂട്ടിയതാ. ഇപ്പൊ വെള്ളം എടുക്കാൻ വന്നപ്പോ എല്ലാം കുത്തി തുറന്നിട്ടേക്കുന്നു. എന്താ എന്തു പറ്റി? രവി സാറിന്റെ മോളുടെ കല്യാണത്തിന് വെച്ചിരുന്ന സ്വർണ്ണം മോഷണം പോയി. മോഷണോ? ഇവിടെയോ? അതെ സാറേ, ആ കറണ്ട് പോയ സമയത്താ. അങ്ങനെയാണെങ്കിൽ അവന്മാര് പുറത്തു പോകാറായിട്ടില്ല. ആയിട്ടില്ല. കംപ്ലീറ്റ് എണ്ണത്തിനെ ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യണം. സാറേ ഗേറ്റ് കൂട്ട്. ഓരോരുത്തരെ പുറത്തു വിടരുത്. ഒരാളെ ഗേറ്റ് പൂട്ടടാ. പോലീസുകാരുടെ മോട്ടോർ സൈക്കിൾ കക്കാൻ മാത്രം കഴിഞ്ഞു. അവനെ കിട്ടിയാണല്ലോ. പറയുന്നൊക്കെ വേണ്ട. മിണ്ടായി സാറേ, പേടിയുള്ളവന്മാരും എന്റെ കൂടെ വരണ്ട. പോലീസുകാരന്റെ വീട്ടിൽ കയറി കക്കാറായോ? ഇന്നവന്റെ അവസാനമാ. സാർ ഒന്ന് നിർത്തി സാർ. എന്താ 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 സാറേ? സൈറ, സുബേർ സാർ ദേർന്ന് കരയുന്നു. എന്റെ റബ്ബേ, എന്ത് പറ്റി? സുബേർ സാറിന്റെ തോക്ക് മോഷണം പോയെന്ന്. നിനക്ക് പേടിച്ച് കയറാൻ ഈ തോക്കൊന്നും ഇല്ലല്ലോ. ഉപ്പാന്റെ കയ്യിലെ തോക്ക്. അയ്യോ സൈറാ, അയ്യോ സൈറാ, എന്റെ പാപ്പാന്റെ പോത്ത് ഞാൻ ഇങ്ങനെ നോക്കി സൈറാ. തോക്കില്ലാതെ പോയാ പ്ലായില്ലേ. പപ്പേട്ട, ഞാൻ എന്താ ചെയ്യാ പപ്പേട്ട? സാറേ, സാറ് തളരരുത്. എന്റെ മോളുടെ കല്യാണം എന്താവും പപ്പേട്ട? അതൊക്കെ ഭംഗിയായിട്ട് നടക്കും. സാറി പണിക്ക്. എന്റെ കൈയും കാലും ഒക്കെ തളരുക പപ്പേട്ട. ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ അന്വേഷിക്കാം.
സാറേ, എന്തായാലും നമ്മളവനെ പൊക്കും. അതിന് വേണ്ടത് സമയമാണ്. പക്ഷേ അതുവരെ ഈ വിഷയം ഒരു കാരണവശാലും പുറം ലോകം അറിഞ്ഞാൽ സാറ്, ഞാൻ പറയുന്നത് സാറിന് മനസ്സിലാവുന്നുണ്ടല്ലോ. എങ്കിലും ഒരാളുടെ വീട്ടിലല്ല ഈ മോഷണം നടന്നിരിക്കുന്നത്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട ഒരു പോലീസുകാരൻ്റെ വീട്ടിലാണ്. ഇത് പുറം ലോകം അറിഞ്ഞാലുണ്ടാവുന്ന മാനക്കേട് എത്രയാണെന്ന് കവിതക്ക് അറിയാവോ? രവി സാറിന് മാത്രമല്ല, കേരള പോലീസിന് മൊത്തം. എല്ലാവരുടെയും നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. കള്ളനെ നമ്മൾ പൊക്കിയിരിക്കും, രേണുകയുടെ കല്യാണവും നടത്തിയിരിക്കും. പക്ഷെ അതുവരെ ഈ വാർത്ത ഒരിക്കലും പുറത്തു പോകരുത്. സാറേ, ന്യൂസ് കണ്ടായിരുന്നോ? ഇല്ല. ടി വി ഒന്ന് വെച്ചേ. മോനെ, ടി വി ഒന്ന് ഓൺ ചെയ്തേ. നമസ്കാരം. തിരുവനന്തപുരത്തെ പോലീസ് ക്വാർട്ടേഴ്സിൽ വൻ മോഷണം. എസ്.എ. രവികുമാറിന്റെ മകളുടെ വിവാഹത്തിന് വാങ്ങിവെച്ചിരുന്ന 100 പവന്റെ ആഭരണവും ആഭ്യന്തരമന്ത്രി ബലരാമന്റെ ഗൺമാനായ സുബേറിന്റെ സർവീസ് റിവോൾവറുമാണ് പോലീസ് ക്വാർട്ടേഴ്സിൽ നിന്നും മോഷണം പോയിരിക്കുന്നത്. പോലീസ് അസോസിയേഷൻ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടിക്കിടയിലാണ് ഈ മോഷണം സംഭവിച്ചിരിക്കുന്നത് എന്നാണ് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത്. പൊതുജനങ്ങൾക്ക് സുരക്ഷ നൽകേണ്ട പോലീസിന്റെ മൂക്കിന് കീഴിൽ നടന്ന ഈ മോഷണം പുറം ലോകം അറിഞ്ഞത് യൂണിയൻ സെക്രട്ടറിയായ പഞ്ചവർണ്ണാക്ഷരൻ പിള്ളയുടെ മകന്റെ ഫേസ്ബുക്ക് ലൈവ് വീഡിയോയിൽ നിന്നാണ്. ഒരു കാര്യം പറഞ്ഞു. ആരാടാ നിനക്കൊക്കെ പെർമിഷൻ തന്നത്? ആരാടാ തന്നെന്ന്? ആട്ടവും പാട്ടും നടത്താൻ ആരാടാ പെർമിഷൻ തന്നത്? ഒരു മിനിറ്റ്. ഇവന്മാരെ വെറുപ്പിച്ചവൻ കാല് മാറും. ഇപ്പൊ ആക്ഷൻ കാണിച്ചാലേ വീട്ടിലിരിക്കത്തേ ഉള്ളേ. ഇപ്പൊ വേണ്ടത് കട്ടവനെയോ. എടാ, ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ, നിങ്ങൾ കൊട്ടിക്കോ. എടാ, അതിനല്ല. അങ്ങ് സമ്മതിച്ചേ, നിങ്ങൾ പോയിട്ട് വരാം. എങ്കിൽ നമുക്ക് പോവാം സാറേ. എങ്ങോട്ട്? അല്ല, എന്നെ അറസ്റ്റ് ചെയ്യുന്നില്ലേ? നീ ഇങ്ങോട്ട് വന്നേ. ഇപ്പോഴല്ല അറസ്റ്റ് ചെയ്തു, നാളെ മാധ്യമങ്ങളുടെ മുമ്പിൽ വെച്ച്. അല്ല സാറേ, ഇപ്പൊ അങ്ങ് അറസ്റ്റ് ചെയ്തോ? വെറുതെ എന്തിനാ നാളത്തേക്കാക്കുന്നേ? പിള്ളേ, അതായത് അമ്പിളിക്കുട്ടാ, നിന്നെ അങ്ങനെ അങ്ങ് അറസ്റ്റ് ചെയ്താൽ ഞങ്ങൾക്കൊരു ഇതൊക്കെ വേണ്ടേ? അതുകൊണ്ട് 10 പേരെ അറിയണം. അതിന് നിന്നെ ഞങ്ങൾ ഓടിച്ചിട്ട് പിടിക്കും. ഓടിച്ചിട്ടോ? ആ, എവിടെ വെച്ച്? നീ നാളെ കോടതിയിൽ കീഴടങ്ങാൻ വരണം. അപ്പൊ ഞങ്ങൾ കോടതിയിലിട്ട് ഓടിച്ചിട്ട് പിടിക്കും. എല്ലാ ആരോപണങ്ങളും അസ്ഥാനത്താണെന്ന് തെളിയിച്ചുകൊണ്ട് ഏറെ വിവാദമുണ്ടാക്കിയ പോലീസ് ക്വാർട്ടേഴ്സ് മോഷണ കേസിലെ പ്രതിയെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. പ്രതിയുടെ പേര് PK അമ്പിളി കുമാർ. പോലീസ് ക്വാർട്ടേഴ്സ് മോഷണ കേസിലെ പ്രതി അമ്പിളി ഇന്ന് കോടതിയിൽ കീഴടങ്ങുമെന്ന രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് പോലീസുകാരും മാധ്യമങ്ങളും ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നീ ഇതെവിടെ പോയി കിടക്കുക? കോടതിയുടെ വെളിയിലുണ്ട് സാറേ. നീ കോടതിയുടെ അകത്തേക്ക് വാ. ഞാനിപ്പോ പോയിട്ട് വരട്ടോ. എന്നാ പൊളിച്ചെടുക്കണേ. കോടതിയോ? അല്ല, ഡയലോഗേ. ആ, വക്കീലിന്റെ അടുത്ത് ഓർഡർ വെച്ചാ. നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള സകല തെളിവുകളുണ്ട്. ഞാനേതായാലും ഇവിടെ തന്നെ ഉണ്ട്. ആ, അവൻ എത്തിയിട്ടുണ്ട്. ഇതെങ്ങോട്ട് പോണത് അവൻ?
ഞാൻ ഏറ്റെടുക്കുന്നു എല്ലാത്തിനും ഉത്തരവാദി ഞാനാണ്. ഞാൻ കീഴടങ്ങുന്നു. എന്നെ അറസ്റ്റ് ചെയ്യണം യുവർ ഓണർ. എടാ നീ ഇതെവിടെയാ? ഞാൻ കീഴടങ്ങി. കീഴടങ്ങി? എവിടെ? കോടതിയിൽ. ഏത് കോടതിയിൽ? ഇത് ഏത് കോടതിയാ ചേട്ടാ? കുടുംബ കോടതി. കുടുംബ കോടതി. നിന്നോട് ആരാ കുടുംബ കോടതി പോയി കീഴടങ്ങാൻ പറഞ്ഞത്? എടാ നീ ഇങ്ങോട്ട് വാ. എങ്ങോട്ട്? മജിസ്ട്രേറ്റ് കോടതിയില്. അതെവിടെയാ? അത് നിന്റെ അപ്പം. എടാ നീ നിൽക്കുന്ന ബിൽഡിങ്ങിന്റെ തൊട്ടിപ്പുറത്തുള്ള ബിൽഡിങ്ങില്. അയ്യോട്ടാ സോറി, കോടതി മാറിപ്പോയി. പിന്നെ കണ്ടു. കോട്ടെ നിങ്ങളെ. അണ്ണനിത് എന്തോന്ന് കാണിക്കണത്? എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചില്ല. നേരം കുറുകെ മുറുകെ വന്ന് പിടിക്കണ പൂച്ച അറിയാ കുഴികളും പെരുകും കെണികളും തലയിലായ കഥ കുഴഞ്ഞു പറഞ്ഞു അവനെ കോടതിക്കകത്ത് കാലുകുത്തിക്കല്ലേ. ശ്രീപത്മനാഭ രക്ഷിച്ചു. കേരള വാണ്ട്സ് ടു നോ. കേരള പോലീസിന്റെ അന്വേഷണ പാടവം കണ്ട് ഭയന്ന് അമേരിക്ക അയച്ച CIA ചാരനാണോ ഈ അമ്പിളി? ജനങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇതാ ഒരു മറുപടി. പബ്ലിക് TV എക്സ്ക്ലൂസീവ്. ഈ കാണുന്ന ഫോട്ടോ അമ്പിളി വാഗമണിൽ വെച്ച് ആയുധ പരിശീലനം നടത്തിയതിന്റെ ഫോട്ടോയാണ്. സീ ദ ഷാർപ്നെസ് ഓഫ് ഹിസ് ലുക്ക്. ഈ എയിം പിടിക്കുന്ന രീതി കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഹി ഈസ് എ ബോൺ തീവ്രവാദി, ബോൺ ടെററിസ്റ്റ്, ബോൺ ക്രിമിനൽ. അയ്യോ ഇത് അപവാദം. അണ്ണാ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ഫോട്ടോ ആണ്. ഒറിജിനൽ ഫോട്ടോ എന്റെ കയ്യിലുണ്ട്. എന്റെ മൊബൈൽ എവിടെ? നോക്ക് കണ്ടാ. പണ്ട് ഞാനും 3 ടൂർ പോയപ്പോ ബലൂണിൽ വെടിവെച്ച് കളിച്ചതാ. നോക്ക് 5 അണ്ണനും പൊട്ടിച്ച് 3 ഞാനും പൊട്ടിച്ച്. അണ്ണന് ഭയങ്കര ഉന്ന. ഇത് അപവാദമാണ്. എടാ അരവിന്ദ ആസാമി, നിന്നെ ഞാൻ അവിടെ വന്ന് കണ്ടോളടാ. ഈവനിംഗ് അവറിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അരവിന്ദ് ആസാമി. നമ്മളിപ്പോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലീസ് ക്വാർട്ടേഴ്സ് മോഷണ കേസിനെ കുറിച്ചാണ്. നമ്മുടെ കൂടെ ഒരു പുതിയ അതിഥി കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്. വെൽക്കം രജനീകാന്ത്. രജനീകാന്ത്, താങ്കൾ അമ്പിളിയുടെ സതീർത്ഥ്യനും സന്തത സഹചാരിയുമാണ്. ഈ കേസിനെ കുറിച്ചുള്ള പുതിയ വഴിത്തിരിവുകൾ എന്തൊക്കെയാണ്? മറ്റേ പഴയ വഴി കൂടെ തന്നെ ഞങ്ങൾ ക്വാർട്ടേഴ്സിലോട്ട് വന്നു. അമ്പിളിയും നിങ്ങളും തമ്മിൽ സതീർത്ഥ്യനും സന്തത സഹചാരിയുമാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാനുള്ള കാര്യമാണ്. നിങ്ങൾക്ക് പറയാനുള്ള പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് പോലീസ് ക്വാർട്ടേഴ്സ് മോഷണ കേസിനെ കുറിച്ച്? അത് ഞങ്ങള് ഓണത്തിന്റെ ആഘോഷ ഓണത്തിന്റെ ആഘോഷത്തെ കുറിച്ച് കേരളത്തിലെ മൊത്തം ജനങ്ങൾക്കും അറിയാം. കേരളം മൊത്തം ആഘോഷിക്കുന്നതാണ് ഓണം. ഓണത്തെ കുറിച്ചുള്ള പുതിയ കാര്യങ്ങളൊന്നുമല്ല ഞങ്ങൾക്ക് അറിയേണ്ടത്. നിങ്ങൾ പറയാനുള്ളത് പോലീസ് ക്വാർട്ടേഴ്സ് മോഷണ കേസിനെ കുറിച്ചാണ്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? സാർ എനിക്ക് 30 സെക്കൻഡ് തരുമോ സാർ? സാർ പ്ലീസ് സാർ, ഒരു 30 സെക്കൻഡ് സാർ. സാർ എത്ര മണിക്കൂറായിട്ട്? Let's football. I doubt, Mr. Rajinikanth. You are the culprit. You are the culprit. നിങ്ങളാണ് ചെയ്തത്. നിങ്ങളാണ് മോഷ്ടിച്ചത്, മിസ്റ്റർ രജനികാന്ത്. നിന്റെ അച്ഛനാണ് മോഷ്ടിച്ചത്. 2 മണിക്കൂർ അവിടെ കയറ്റി വെച്ചിട്ട് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, അങ്ങോട്ട് പറയിപ്പിക്കുകയില്ല. 30 സെക്കൻഡ് അയാൾ കേടാ വിളിച്ചില്ലേ, അയാൾക്ക് കൊടുത്താ. മനസ്സിലായി. പ്ലീസ് സാർ എനിക്കൊരു 30 സെക്കൻഡ് താ സാർ. പ്ലീസ് സാർ. എന്തോ സാർ എഴുന്നേറ്റ് പോലെങ്കിൽ വലിച്ചു കീറും. സാമിയാണ് അത്ര സാമി. Mr. Rajinikanth, you are talking unparliamentary. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. We are going for a short break.